ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ നല്ല ടേസ്റ്റും അതുപോലെ നല്ല എരിവൊക്കെ ആയിട്ടുള്ള ഒരു പാലക്കാട് സ്റ്റൈലുള്ള റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്, വെളിച്ചെണ്ണയല്ല. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ തക്കോലം, പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വായണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടിക്കോളും. അപ്പം ഞാനൊരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മൂടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ചെറുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇതേപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഇങ്ങനെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇളക്കലിലും മിക്സ് ചെയ്യുന്നതിലൊക്കെയാണല്ലോ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു 3 തക്കാളി ഇതേപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനും വെന്ത് കിട്ടാനും പിന്നെ ബിരിയാണിയിൽ ഇങ്ങനെ കുറേ പീസൊന്നും കാണൂല കേട്ടോ തക്കാളീൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് വഴറ്റിയപ്പോൾ ഉള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂണും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു തക്കാളിയിലും ഉള്ളിയിലൊക്കെ കിടന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ മതിയാകും. ഇത് പുളിയൊന്നും അധികം ഇല്ലാത്ത തൈരാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു 4 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്കനുസരിച്ച് വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 70% ഒക്കെ വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ആ ഒരു വെള്ളം മാറ്റി വെച്ചിട്ട് ഈ ഒരു ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഈ ഒരു മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ബീഫിലേക്ക് ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സായി കിട്ടും. ഈ സമയത്ത് നമ്മൾ എരിവൊക്കെ നോക്കുക. എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 8 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പം നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 4 ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കപ്പിന് 2 കപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 8 ഗ്ലാസ് ആവും. അങ്ങനെയാണ് കേട്ടോ കണക്ക്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് അളന്നെടുക്കുന്നത് അതിൽ നോക്കിയിട്ട് ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് എന്തായാലും ഉപ്പ് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരി നമുക്കൊരു 10 മിനിറ്റ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ നേരം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരിയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് ആ ഒരു വെള്ളം അങ്ങോട്ട് ഊറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി സെറ്റ് ആവാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദം ഇടുകയാണെന്നുണ്ടെങ്കിൽ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കനലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. തൈരൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിരിയാണി വെക്കുമ്പോൾ ഇനി എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ.